അമേരിക്കയിൽ വിദഗ്ധ വിദേശ തൊഴിലാളികൾക്കായുള്ള H-1B വിസകൾക്ക് $1,00,000 ഫീസ് ചുമത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം ഫെഡറൽ അപ്പീൽ കോടതി തള്ളി. ഫീസ് ഏർപ്പെടുത്തിയത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കീഴ്ക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ അപ്പീലാണ് കോടതി തള്ളിയത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാത്ത നിയമവിരുദ്ധമായ നികുതിയാണിതെന്ന് ചൂണ്ടിക്കാട്ടി 20 ഡെമോക്രാറ്റിക് സംസ്ഥാന അറ്റോർണി ജനറൽമാർ നൽകിയ ഹർജിയിൽ ജൂൺ 8-ന് കീഴ്ക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. ഈ വിധിയാണ് ബോസ്റ്റൺ ആസ്ഥാനമായുള്ള ഒന്നാം US സർക്യൂട്ട് അപ്പീൽ കോടതി ശരിവെച്ചത്. ഫീസ് ചുമത്തിയത് വഴി ഭരണകൂടം തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്തിട്ടില്ലെന്ന് അപ്പീലിൽ തെളിയിക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിദേശ തൊഴിലാളികളെ ജോലിക്കെടുക്കാൻ ടെക്നോളജി കമ്പനികൾ കൂടുതലായി ആശ്രയിക്കുന്ന H-1B വിസകളുടെ നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് സെപ്റ്റംബറിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കിയത്. പ്രതിവർഷം 65,000 H-1B വിസകളും ഉപരിപഠനം കഴിഞ്ഞ തൊഴിലാളികൾക്കായി 20,000 വിസകളുമാണ് അനുവദിക്കുന്നത്. ഇവ 3 മുതൽ 6 വർഷം വരെയാണ് അംഗീകൃതമായിട്ടുള്ളത്. ട്രംപിന്റെ ഈ നീക്കത്തിന് മുൻപ് വിദേശ തൊഴിലാളികൾക്കായി അപേക്ഷിക്കുന്ന തൊഴിലുടമകൾ വിവിധ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം $2,000 മുതൽ $5,000 വരെയാണ് ഫീസായി നൽകിയിരുന്നത്. എന്നാൽ കുറഞ്ഞ ശമ്പളത്തിൽ വിദേശികളെ കൊണ്ടുവന്ന് അമേരിക്കക്കാരുടെ തൊഴിലവസരങ്ങൾ ചൂഷണം ചെയ്യുന്നത് തടയാനാണ് താൻ ഫീസ് വർദ്ധിപ്പിച്ചതെന്നായിരുന്നു ട്രംപിന്റെ വാദം. നേരത്തെ അമേരിക്കയിലെ ജോലികൾ അമേരിക്കയിലെ ജനങ്ങൾക്ക് തന്നെ ലഭിക്കണമെന്നും വിസ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവരെ അത് തട്ടിയെടുക്കാൻ അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പുമായി US വൈസ് പ്രസിഡന്റ് JD വാൻസും രംഗത്ത് വന്നിരുന്നു. അതേസമയം പുതിയ H-1B സ്വീകർത്താക്കളിൽ വലിയൊരു പങ്കും വഹിക്കുന്ന നിലവിൽ സ്റ്റുഡന്റ് വിസകളിൽ US-ലുള്ള വിദേശ പൗരന്മാർക്ക് ഈ ഫീസ് ബാധകമല്ല. ഫീസ് നടപ്പാക്കിയതിനു ശേഷം വളരെ കുറച്ച് തൊഴിലുടമകൾ മാത്രമാണ് ഈ തുക അടച്ചിട്ടുള്ളത്. അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വൈറ്റ് ഹൌസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്ത്യൻ IT, എഞ്ചിനീയറിംഗ്, ആരോഗ്യരംഗത്തെ വിദഗ്ധർക്ക് അമേരിക്കയിൽ ജോലി ലഭിക്കാനുള്ള പ്രധാന മാർഗമാണ് H-1B വിസ. എല്ലാ വർഷവും വിതരണം ചെയ്യുന്ന വിസകളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് സ്വന്തമാക്കുന്നത്. അതിനാൽ ഫീസിലുണ്ടാകുന്ന ഏതു മാറ്റവും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും പ്രവാസികളെയും കാര്യമായി ബാധിക്കും. US-ൽ ഒരു വർഷം നൽകുന്ന H-1B വിസ പരിധി 85,000 ആണ്. ഇതിൽ US സർവകലാശാലകളിൽ നിന്ന് ഉയർന്ന ബിരുദം നേടിയവർക്കായി മാറ്റിവെച്ചിട്ടുള്ള 20,000 മാസ്റ്റേഴ്സ് ക്യാപ് വിസകളും സാധാരണ കാറ്റഗറിയിലുള്ള 60,000 വിസകളുമുണ്ട്. US കോൺഗ്രസ് ആണ് ഈ വിസയുടെ പരിധി നിശ്ചയിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെയാണ് ഈ അപേക്ഷകൾ സ്വീകരിക്കുന്നത്. നിലവിൽ ആവശ്യത്തിന് അപേക്ഷകൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വർഷം മറ്റൊന്നും ഉണ്ടാകില്ല. ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഒക്ടോബർ 1 മുതൽ US-ൽ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇത്തവണത്തെ H-1B സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പൂർണ്ണമായും ശമ്പളത്തെ അടിസ്ഥാനമാക്കിയാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വർഷങ്ങളായി US-ലുണ്ടായിരുന്ന ലോട്ടറി സമ്പ്രദായം പൂർണ്ണമായും നിർത്തലാക്കാനാണ് ശ്രമം. കൂടുതൽ ശമ്പളം ലഭിക്കുന്ന വിദഗ്ധരെ US-ലേക്ക് ആകർഷിക്കുക തന്നെയാണ് ലക്ഷ്യമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. വർഷം US ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ 4 തട്ടുകളിലുള്ള ശമ്പള ഘടനയനുസരിച്ചാണ് H-1B വിസകൾ പരിഗണിച്ചത്. ലെവൽ 4 കാറ്റഗറി വിഭാഗത്തിലുള്ളവർക്ക് 4 എൻട്രികൾ ലഭിക്കും. അതായത് മറ്റുള്ളവരെ അപേക്ഷിച്ച് 4 ഇരട്ടി അവസരം ലഭിക്കും. അടുത്തത് ലെവൽ 3 ആണ്. ഇവർക്ക് 3 എൻട്രികൾ ലഭിക്കും. അടുത്തത് 2. ഈ കാറ്റഗറിയിലുള്ളവർക്ക് 2 എൻട്രികൾ ലഭിക്കും. പിന്നെ വരുന്നത് തുടക്കക്കാരാണ്. അതായത് ലെവൽ 1. തുടക്കക്കാരായ ജീവനക്കാർക്ക് വെറും 1 എൻട്രി മാത്രമാണ് ലഭിക്കുക. ഉയർന്ന ശമ്പളമുള്ള പ്രൊഫഷണലുകളെ ആകർഷിക്കാനാണ് ഈ പുതിയ നീക്കം. ഒപ്പം അനധികൃത കുടിയേറ്റം പൂർണ്ണമായും തടയാനും ഈ വഴി ട്രംപ് ഭരണകൂടം ലക്ഷ്യം വെക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.